ഞാൻ നവീകരണത്തിലേക്ക് കടന്നു വന്നത് 1991-ലാണ്. അന്ന് ആലപ്പുഴയുള്ള IMS ധ്യാനഭവനത്തിൽ. ഇവിടുന്ന് നമ്മുടെ അന്ന് ഞാൻ ഇവിടുത്തെ പ്രയർ ഗ്രൂപ്പിലൊന്നും ഇല്ല. എൻ്റെ ഭാര്യയും അതേയിരിക്കുന്ന സഹോദരിമാരൊക്കെ ഉണ്ട്. അവർ കുറേ പേരുണ്ട്. അവരെല്ലാവരും കൂടി IMSലേക്ക് ഒരു മിനി ബസ്സിലേക്ക് ഒരു ധ്യാനത്തിന് പോകുന്നു. ഞാനന്ന് അറിഞ്ഞില്ല. എന്നെ വിളിച്ചു. പക്ഷേ എന്തുകൊണ്ടോ ഞാൻ അതിനോട് സമ്മതം പോയി. അവിടെ പോയി ഇങ്ങനെ ധ്യാനത്തിൽ പങ്കെടുക്കുകയായിരുന്നു. ധ്യാനത്തിൽ പങ്കെടുത്ത് കഴിഞ്ഞിട്ട് മടങ്ങി വീട്ടിൽ വന്നു. എനിക്ക് വളരെ പ്രകടമായിട്ട് ഇങ്ങനെ ആ ഒരു വചനം എന്നെ സ്വാധീനിച്ചു, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ശുശ്രൂഷ എന്നെ സ്വാധീനിച്ചു, അങ്ങനെ ഒന്നും ഉണ്ടായില്ല. പക്ഷെ ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞ് ഞാൻ പഴയ ജീവിത രീതിയിലേക്ക് പോയില്ല. പഴയ ജീവിത രീതിയിൽ സംസാരിച്ചില്ല. പഴയ സുഹൃത്തുക്കളുടെ ഇടയിലോട്ട് പോയി ഇടപഴകാൻ പോയില്ല. അപ്പോൾ എനിക്ക് ദൈവവചനത്തോട് ഒരു ദാഹം തോന്നി. ഞാൻ ജെറമ്യാ പറഞ്ഞതുപോലെ അവിടുത്തെ വചനങ്ങൾ കണ്ടെത്തിയപ്പോൾ ഞാൻ ഭക്ഷിച്ചു എന്ന് പറഞ്ഞതുപോലെ ഞാൻ ഏതാണ്ട് ഒരു 72 മണിക്കൂറൊക്കെ 72 മണിക്കൂർ ഇന്നും എനിക്ക് 72 മണിക്കൂർ റെസ്റ്റ്ലെസ് ആയിട്ട് ഉറങ്ങാതെ ഇരുന്ന് എനിക്ക് ബൈബിൾ വായിക്കാനും പ്രാർത്ഥിക്കാനും പ്രിപ്പയർ ചെയ്യാനും പറ്റും. അന്ന് ഞാൻ ദിനരാത്രങ്ങൾ വിശ്രമമില്ലാതെ, ഉറക്കമില്ലാതെ, ഭക്ഷണം കാര്യമായിട്ട് കഴിക്കാതെ ദൈവവചനം വായിച്ചു എന്നുള്ളതല്ല, ഭക്ഷിച്ചു എന്ന് പറയുന്നതായിരിക്കും ഭാഗ്യം. എനിക്ക് ഭയങ്കര ആർത്തിയായിരുന്നു അതിനോട്. അങ്ങനെ ആ കാലഘട്ടത്തിലാണ് ഞാൻ ഈ ഒരു അനുഭവത്തിലേക്ക് കടന്നു വന്നത്.